ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ എനിക്കത് കിട്ടണം, അല്ലേ? നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ലഭിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യണം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വചനത്തിലൂടെ പഠിക്കാനായിട്ട് പോകുക. അത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 6ഉം 7ഉം തിരുവചനങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഇതൊരു വളരെ ആഴത്തിൽ ഈ വചനം പഠിക്കുകയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യേണ്ട ഒരു വചനമാണ്. വചനം ഇപ്രകാരമാണ് തുടങ്ങുന്നത്: സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. പലപ്പോഴും നമ്മളൊക്കെ ഒരു പ്രാർത്ഥിച്ച് കിട്ടുമോ കിട്ടിയാലേ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈശോ പറയാണ്, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാനായിട്ട്. നമുക്കറിയാം, നമ്മൾ സാധാരണ ബൈബിളിലൂടെ നമ്മുടെ ഈ ഓരോ അത്ഭുതങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരോടും ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്: എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനുശേഷമാണ് അത്ഭുതങ്ങൾ, പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുക. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിയോഗം എനിക്ക് ലഭിക്കുമെന്നുള്ള ആഴത്തുള്ള വിശ്വാസമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ട കാര്യം. അതിനുശേഷം വചനം പറയുകയാണ്, സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. നമ്മൾ സംശയിക്കുന്ന വ്യക്തി എന്താണ്? കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയുടെ പ്രത്യേകത എന്താണ്? അത് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും, അതിനൊരു സ്ഥിരതയില്ല. അതുപോലെയാണെന്നാണ് പറയുന്നത്. ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ സംശയിക്കുന്ന വ്യക്തി. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞാൽ ഇന്ന് തന്നെ കിട്ടണമെന്നില്ല, പക്ഷേ എനിക്ക് ദൈവം എനിക്ക് തരും, ഒരുക്കി തരും എന്നുള്ള വലിയ ബോധ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. 7ാമത്തെ വചനം പറയുകയാണ്, സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അവിശ്വാസിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സംശയം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചഞ്ചല പ്രകൃതിയുള്ള മനുഷ്യത്വങ്ങളാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് സാധിക്കുകയല്ല. ലഭിക്കുമെന്നുള്ള ബോധ്യം പോലും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് വചനം പറയുന്നത്. അതാണ് ചഞ്ചല പ്രകൃതി ഒരുവന് എന്തെങ്കിലും കർത്താവിന് ലഭിക്കുമെന്ന് കരുതരുത് എന്ന് വചനം കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മളിനി വിശ്വാസത്തിൻ്റെ കണ്ണുകളെ നമുക്ക് തുറക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗം ദൈവസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗം എൻ്റെ ദൈവം കേൾക്കും, ആ പ്രാർത്ഥനയുടെ ദൈവം അനുഗ്രഹിക്കുമെന്ന ആഴത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമാംവിധം അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥന നിരതരായിരിക്കുന്ന ഈ സഹോദരങ്ങളെ മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ അങ്ങ് വചനത്തിലൂടെ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവായ ഈശോയെ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും അങ്ങയുടെ നാമത്തിൽ സാധിക്കുമെന്നുള്ള വലിയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.